ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പാതിവില തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട AIYF തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വുമൻ ഓൺ വീൽസ് പദ്ധതിയുടെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളും നൽകുമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AIYF തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് മാർക്കറ്റിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് അവർ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതോ അവർ നടപ്പിലാക്കുന്ന പദ്ധതിക്കോ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ആ CSR ഫണ്ട് നേടിത്തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ പേരിൽ പാതിവില AIYF സംസ്ഥാന കമ്മിറ്റി അംഗം ആൽവിൻ സേവ്യർ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരു പരിധിവരെ LDF സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി അണിചേർക്കാൻ കഴിയാതിരുന്നത്. ഈ പറയുന്ന AN രാധാകൃഷ്ണനും അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ കൗൺസിലർ രഞ്ജിത് മാസ്റ്റർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരാൾക്ക് പോലും പൈസ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാതിരുന്നത്? വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംസ്ഥാനത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങളും അതിനെ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഒരു CSR ഫണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ ഉള്ളവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പ്രവർത്തകരും കൗൺസിൽ അടക്കമുള്ള ആളുകളും. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഫെഡറേഷനുകൾ വഴി വിതരണം ചെയ്യപ്പെടുന്ന സാമ്പത്തികമായി CSR ഫണ്ട് മേടിച്ച് വിതരണം ചെയ്യാൻ പറ്റുന്നതിന്റെ സാധ്യതയെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് അവർ. ആ ധാരണ ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ എന്നുള്ളതാണ് ഈ ഒരു തട്ടിപ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്കൂട്ടർ പോലും വാങ്ങി നൽകുവാൻ ഇക്കാലം അത്രയും ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഇവരുടെ തട്ടിപ്പ് കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ നിരവധിയായ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്കൂട്ടറുകൾ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനൊരു രൂപ പോലും ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി നൽകിയ ഫണ്ടിൽ നിന്നല്ല എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുക. പിന്നെ ഈ പണമെല്ലാം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അന്വേഷണം. AIYF തൃപ്പൂണിത്തുറ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രജിത് പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KP മണിലാൽ, CPI ഇടക്കൊച്ചി ലോക്കൽ സെക്രട്ടറി NE അലക്സാണ്ടർ, പള്ളുരുത്തി ലോക്കൽ സെക്രട്ടറി K സുരേഷ്, കൗൺസിലർ CN രഞ്ജിത് മാസ്റ്റർ, ബിജു ഈപ്പൻ മാസ്റ്റർ, AIYF മണ്ഡലം സെക്രട്ടറി PR ആദർശ്, KP മനോജ്, VV വിനു, TK ജയേഷ്, ജിഷ്ണു തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വൻ തട്ടിപ്പ് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ അറിഞ്ഞു വരികയാണ്. നമുക്കറിയാം, ഇതിനെല്ലാം പോയി ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണെന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ ഫ്ലെക്സും അധികാരികളുടെ ഫോട്ടോയും എല്ലാം പതിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ച് പല സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടിലൂടെ നഗരത്തിലെ പായിപ്ര പഞ്ചായത്തിൽ നിന്നുള്ള പ്രമീള ഗിരീശൻ കേരളത്തിലെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് NGO കോൺഫെഡറേഷന്റെ നേതാവായ കോർഡിനേറ്ററായ അനന്തകൃഷ്ണനെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ 14 ജില്ലകളിലും BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അവരുടെ ഒത്താശയോടുകൂടിയാണ് 2000 കോടി രൂപയുടെ തട്ടിപ്പ് 14 ജില്ലകളിൽ നടന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.